അപ്പോൾ നമ്മളിന്ന് മീൻ ചുട്ട് എടുക്കാൻ പോകണം. ചുട്ടാണ് നമ്മളിന്ന് കഴിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ 5-6 കിലോ ഉണ്ട് ഈ സാധനം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ചുട്ട് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഈ മീനിൻ്റെ പേരെന്താ അറിയോ? മോതയാ, അങ്ങനെ എന്തോ ആണ്. മോത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ്. ഞാൻ അവിടെ ഒരു പീസ് ഇതിന് കണ്ടു. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് സംഭവം. തൊലി കളയണ മീനാണ്. അപ്പോൾ നമ്മൾ ചുടുമ്പോൾ ഈ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചിയൊക്കെ കറപുറന്നാവും. അപ്പോൾ നമ്മൾ തൊലി കളയില്ല, അതൊരു ഈ ചെളുക്ക മാത്രം, ചെതമ്പൽ മാത്രം കളഞ്ഞെടുക്കാം നമുക്ക്. പെട്ടെന്ന് പോണ്ട്. പിന്നെ ചെതമ്പലെ നല്ല ഭംഗിയുള്ള മീൻ, എന്തായാലും നല്ല ചന്ത കൊണ്ട് കാണാൻ. നമുക്ക് ഇതുണ്ടല്ലോ, ഇത് നമുക്ക് അറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഇങ്ങനെ വലിച്ചാൽ വേണ്ട, അങ്ങനെ വരും. അത് പെട്ടെന്ന് വരുന്നൊരു സാധനമാണ്. അത് അറുത്ത് നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ബാക്കിലും ചെറുതായിട്ട് നടത്തി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വന്നുള്ളത്. അല്ല, ഞാൻ മീനിൻ്റെ ചെറുക്ക കയ്യിലായിട്ടാണ്. അത്രയേ ഉള്ളൂ, നിസ്സാര കേസ്. അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് വരുന്നത്. നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ കോട്ടലും പണ്ടൊക്കെ ഒന്ന് വെളിയിലെടുക്കാം. ഇതിൻ്റെ പൂ കായ്ക്കാണ്, ഇതൊന്നും വേണ്ട, അതൊക്കെ കളയണം. ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വെളിയിലെടുക്കണം. മുട്ടയാണ് മീനിൻ്റെ. മെല്ലെ ഒഴിക്കുക ലക്ഷ്മണം, മെല്ലെ ഒഴിക്കും. നന്നായി ഒന്ന് കഴുകി, ഉപ്പൊക്കെ ഇട്ടൊന്ന് കഴുകി എടുക്കണത്. ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും ഉള്ളൊക്കെ. നമുക്കിത് ഉപ്പിട്ടതിനൊന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇട്ട് കഴുകിയാലേ ശരിക്കും ഈ എന്താണ് കളപ്പ ഉളുപ്പ അതൊക്കെ പോകുള്ളൂ. ലക്ഷ്മണ വെള്ളം കൊണ്ടുവാ, ഒഴുക്കി. നല്ല ചാന്തക്കാരനായിപ്പോ. നല്ല സുന്ദരനായി മീൻ. നമുക്ക് മീനിൻ്റെ കോര വരയിട്ട് കൊടുക്കാം. നല്ല ആഴത്തിൽ വരയിടണം, അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല മസാല ഇറങ്ങുള്ളൂ. മുള്ളു കുറവാണ് ഈ മീനിന്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമുക്കിതിന് മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, നമുക്കിതിന് മസാല മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഇഞ്ചി പേസ്റ്റാണ്, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്. വെളുത്തുള്ളി ശരിക്കും ഫൈനായിട്ട് അടിച്ചിട്ടില്ല. ഇനി നമുക്കൊരു മുട്ട ഇതിലൊഴിച്ച് കൊടുക്കണം. മുട്ട ഒരു മെയിൻ സാധനമാണ്. ഒരു മുട്ട മതി. നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം. നമുക്ക് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മസാലകൾ ഇടാം. മഞ്ഞൾപ്പൊടി മതി, കുറച്ച് മല്ലിപ്പൊടി വേണം അതിന്, കാരണം നമ്മൾ തീയിലിട്ട് ചുട്ടെടുക്കണത്. കുറച്ച് മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണത്. അതെ, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് പാകത്തിന്. നല്ല കാറ്റുണ്ട് ഇവിടെ, ഇപ്പോൾ നമുക്ക് നോക്കിയിട്ട് പോകാം. നാരങ്ങ ഒന്ന് പിഴിയണം. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ സംഭവങ്ങളും നന്നായി മിക്സ് ചെയ്തിട്ട് മീനിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ടതിനെ നമുക്കിതിന് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിരിക്കും ടേസ്റ്റ്. നമ്മൾ മസാലയൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിനി മീനിൽ തേച്ച് പിടിപ്പിക്കാം. ഇതിനൊക്കെ നമുക്ക് മസാലയൊക്കെ മീനിൽ തേച്ച് പിടിപ്പിക്കാം. ഗ്യാപ്പിലൊക്കെ ശരിക്കും മസാല ഇറക്കി വിടണം, അപ്പോഴേ ശരിക്കും നമ്മൾ ചുട്ട് കഴിയുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിന് നല്ലോണം ഉള്ളിൽ ഇറക്കി വിടണം. നല്ല കാറ്റടിക്കുന്നു ഇവിടെ. ഉള്ളിലൊക്കെ നല്ലവണ്ണം മസാല തേച്ച് വിടണം.
നമുക്കിനി കുറച്ച് മല്ലി ഇല ഇതിന് മുകളിൽ ഒന്ന് വെതറി കൊടുക്കാം. ഇതിൽ കുറച്ച് തലൻ്റെ ഉള്ളിലും കുറച്ച് വയറിനകത്തൊക്കെ മല്ലി ഇല ഇട്ടാൽ നന്നായിരിക്കും. മതി, സംഗതി റെഡിയായി. നമുക്ക് ഇലയോടതിനെ മടക്കാം. ഇത് ഇലയിൽ തന്നെയാണ് നമ്മളിതിനെ ചുടാനായിട്ട് പോണത്. ഇല മതിയാലും ഒരു ഇലയും കൂടെ പൊതിഞ്ഞ് കറക്റ്റാക്കി എടുക്കാം. നമുക്ക് അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് ശരിക്കും കവർ ചെയ്തെടുക്കാം. നമ്മൾ നന്നായി അലുമിനിയം പേപ്പറിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് തീ കത്തിച്ച് തീയിലേക്ക് ഇടതിന് നമുക്ക് തീ കത്തിച്ചെടുക്കാം. തീ കത്തിക്കുക. ഇത് കർപ്പൂരമാണിത്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചു ഒരാൾ, ഇതെന്താ ഗുളിക പോലത്തുള്ള സാധനമേ? കർപ്പൂരമാണ്. വെട്ട തീ കത്തിപ്പിടിക്കാനാ. നല്ല കാറ്റാണ്, കാറ്റ്. നമുക്ക് ഇതിന് മുകളിലിടാം. അപ്പോൾ ചുള്ളലൊക്കെ പെട്ടെന്ന് പിടിക്കും. നല്ലോണം കത്തണത്. ഇത് വലിയ മീനല്ലേ, നീളത്തിൽ കിടക്കട്ടെ. നമുക്ക് നമ്മുടെ മീൻ വെച്ചോണ്ട് തീ നല്ലോണം കത്തുന്നുണ്ട്. ശരിക്കും ചുട്ടെടുക്കണതിന് ആ പണി നമ്മളെ എല്ലാവിടെയും തീ ഒന്ന് കത്തട്ടെ. ഒരു 1.5 മണിക്കൂർ തോന്നും വേഗമാണ് സാധനം. അപ്പോഴേ സംഗതി ഉഷാറാവുള്ളൂ. റെഡി വേട്ടെ സാധനം. തലയൊക്കെ ഒന്ന് നല്ലോണം വേകണം. നമ്മളൊരു 1.5 മണിക്കൂർ നല്ലോണം കത്തിച്ചിട്ടുണ്ടത്. ശരിക്കും അത് ലക്ഷ്മണ തട്ട് വയ്ക്കും ഇവിടെ കേട്ടാ. പതുക്കെ കുറച്ചിട്ട് തരാം. അലുമിനിയം ഫോയിലൊക്കെ ഒന്ന് മാറ്റാം. കുറേ ചുറ്റിട്ടുള്ളത് കാരണം ഒരു കാരണവശാലും കരിഞ്ഞു പോകാൻ പാടില്ല. ആ എന്താ മണം! നല്ല വാഴലിൻ്റെ അടിപൊളി മണം തരുന്നുണ്ട്. വിഷമല്ല ഇല കൊണ്ട ഇതൊന്ന് ഈ ഇലയിലേക്ക് മാറ്റാം നമുക്ക്. ഇതൊന്ന് നേരെയാക്ക്. ഇലയൊക്കെ എടുത്തിട്ട് എല്ലാം അങ്ങോട്ട് മാറ്റട്ടാ. ആ സൈഡ് അപ്പുറത്ത് ശേഷം എന്താ മണമില്ലേ? വാഴലിൻ്റെ മണം. ഞാൻ കരിഞ്ഞിരുന്നു. നല്ല ചൂടുണ്ട്, നല്ല മണമാണ് ശരിക്കും. ഇതിപ്പോൾ ഇലയിലേക്ക് ഇങ്ങോട്ട് മാറ്റാൻ പറഞ്ഞാൽ നടക്കില്ല. നമുക്കൊരു പണി ചെയ്യാം. അതൊക്കെ ഇവിടെ ഇടാം അല്ലേ? റെഡി. ഈ ഇലയൊക്കെ ഒന്ന് മാറ്റണം. അത് കുഴപ്പമില്ല. ഇതിവിടെ ഇരുന്നോട്ടെ. നല്ല ഇല തന്നെ. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കട്ടെ. വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട്. അടിപൊളി ശരിക്കും. ഒരു വ്യത്യസ്തമായ ടേസ്റ്റ്. ഒന്ന് കഴിച്ചു നോക്ക് സുധാരാ. ഞാൻ തന്നെ അടിപൊളി പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റും. നിങ്ങൾ കഴിച്ചിട്ട് പറയും അങ്ങനെയുണ്ട്. സൂപ്പർ, അടിപൊളി ശരിക്കും. കാശ് അങ്ങനെയുണ്ട്. സൂപ്പർ. ഉള്ളിലൊക്കെ ഈ മസാലയൊക്കെ ഇട്ടതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, ആ മസാല ഉള്ളിൽ ഇറങ്ങിയപ്പോഴാണ് ഒരു വ്യത്യസ്തമായിരുന്നു ഇല്ലേ?
നാരങ്ങപ്പുളി നാരങ്ങയും കൂടെ ഇടായപ്പോൾ ഒരു പുളിപ്പ് വേണം എന്നാലേ ശരിക്കും ടേസ്റ്റ് ഉള്ളൂ. ലക്ഷ്മണ ശരിക്കും സത്യസന്ധമായിട്ട് പറയാം, എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ടല്ലേ? ഒരു പ്രത്യേക ടേസ്റ്റാണ് അത്. ആ വാഴൻ്റെ മണവും മസാലയും. ഇവിടെ നോക്കുമ്പോൾ അടിപൊളി പറ. ആ മല്ലിയിലൊക്കെ എന്താ ടേസ്റ്റ് മല്ലിയിലൊക്കെ. മല്ലിയില അങ്ങനെ തന്നെ ഉണ്ടല്ലേ? മീൻ എന്താ പ്രത്യേക മുള്ളില്ല കേട്ടോ. ഒരു വാരിയല് മാത്രമേ ഉള്ളൂ. കണ്ടാ മെയിനൊരു മുള്ളു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുറേ കുട്ടികളോട് വരാനുണ്ട്, അവർ വന്നിട്ടില്ല, അവർക്ക് സ്കൂളിൽ പോയിക്കണം. പിന്നെ മഴയാണ്, അപ്പോൾ അതാണ് ഞങ്ങൾ പെട്ടെന്ന് ഷൂട്ട് ചെയ്തത്. അവർ സ്കൂളിൽ വന്നാൽ അവർ കൂടി അടിക്കാനുള്ളതേ ഉള്ളൂ ശരിക്കും. ഇതാ ഹാ അടിപൊളി അസ്ഥികൂടം പോലെ ആയില്ല. ഇതേ ഉള്ളൂ ഇതിനകത്ത് മുള്ളു, ഇത്രയേ ഉള്ളൂ. ശരിക്കും ഉള്ളിൽ ഒരു ഇറച്ചി പോലും നിന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് അപ്പുറത്ത് മാറ്റി വെച്ച് ബാക്കി അടുത്ത പണി. സംഗതി എന്തായാലും ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണിത്, മീൻ ഈ ചുട്ടെടുത്തതേ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തുക. അതുപോലെ തന്നെ തുടർന്നും കിടിലൻ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടുക, ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.